ഇപ്പൊ നരേന്ദ്രമോദിയുടെ ഒരു വലിയ പദ്ധതിയായിട്ട് അത് വരികയാണ്. 33% സംവരണം. ഇത് കുറെ കാലമായിട്ട് രാഷ്ട്രീയത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ ഇപ്പൊ തീരുമാനമായിരിക്കുന്നു. ഇതാ 33% സംവരണം വനിതകൾക്ക് വരുന്ന ബില്ല് വരികയാണ്. വളരെ പ്രധാനപ്പെട്ട ബില്ലാണ്. അതും വരുന്നുണ്ട്. അതേപോലെ പുനഃസംഘടനയും വരുന്നുണ്ട് കേട്ടോ. നിയമസഭാ സീറ്റുകളുടെ എണ്ണത്തിലുള്ള, പാർലമെന്റ് സീറ്റുകളുടെ എണ്ണത്തിലുള്ള പുനഃസംഘടനയും വരുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലായിരിക്കാം എന്ന് തോന്നുന്നു ആദ്യം രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന. രാഹുൽ ഗാന്ധി 1-2 സ്ഥലങ്ങളിലെ പൊതുയോഗങ്ങളിൽ, തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിലാണ് പറഞ്ഞത് എന്തുകൊണ്ട് കേരളത്തിന് ഒരു വനിതാ മുഖ്യമന്ത്രി ആയിക്കൂടാണ്. ന്യായമായ ചോദ്യമാണ്, വളരെ ന്യായമായ ചോദ്യമാണ്. പക്ഷെ അപ്പോഴൊരു സംശയം വന്നത് അത് ആരാകും, അവിടെയാണ് ചോദ്യം വന്നത്. കോൺഗ്രസ് അത്തരത്തിലെ ഏതെങ്കിലും ഒരു നേതാവിനെ സീനിയർ ആയിട്ട് വളർത്തിയെടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അനുഭവ സമ്പത്തോടു കൂടി 2-3 തവണയൊക്കെ മത്സരിച്ചോ, അല്ലെങ്കിൽ മറ്റത് മന്ത്രിസ്ഥാനം വഹിച്ചോ 2-3 തവണയായിട്ടൊക്കെ കൊടുത്ത ഒരു നേതൃത്വത്തിലുണ്ടോ, ഒരു വനിതയുണ്ടോ എന്നൊരു ചോദ്യം വന്നു. ആരുമില്ല. ആരെയാണ് എടുത്തു പറയാൻ പറ്റുന്ന ഒരു നേതാവിന്റെ, വനിതാ നേതാവിന്റെ പേര് പറഞ്ഞ കേരളത്തില്? അത്തരത്തിലൊരു മുഖ്യമന്ത്രി സ്ഥാനം നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്നേ എന്ന് തുടങ്ങേണ്ടി വരും. അങ്ങനെ ചില നേതാക്കന്മാരുണ്ടായിരുന്നു. ചില മന്ത്രിസ്ഥാനമൊക്കെ കിട്ടിയ കുറച്ച് അനുഭവ സമ്പത്തുള്ള നേതാക്കന്മാർ, മത്സരിച്ച് പാരമ്പര്യമുള്ള അല്ലെങ്കിൽ ഭരണരംഗത്ത് മികവുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ ഇല്ല.